ചാണ്ടി ഇന്നലെ നമ്മൾ സ്റ്റോറി ഇട്ടില്ലേ, അതിൽ കുറേ പേര് താൻ സിംഗിൾ ആണോ ചോദിച്ചിട്ടുണ്ട്. എൻ്റെ റിപ്ലൈ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലാന്ന് പറയാം. ഹലോ ഹലോ, എവിടെയാ? ഓഫീസിലാണോ? ആ ഞാൻ ഓഫീസിലാ. എന്താ പരിപാടി? ഞാൻ എന്താ കൊച്ചിയിൽ എത്തിയിട്ടുണ്ട്. ഇന്നെത്തി. പിന്നെ നീ ഈവനിങ് തന്നെ തിരിച്ചു പോകും. പോകുന്നതിന് മുമ്പ് നിന്നെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. നിന്റെ ഓഫീസിലോട്ട് വരാം. നീ ലൊക്കേഷൻ അയക്കി. ശരിക്കും? ആ അതെ. ഓക്കെ, ഞാൻ ലൊക്കേഷൻ അയക്കാം. ഓക്കെ, ബൈ. ബൈ. എന്താണ് മോളെ? രാഹുൽ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. ഞാൻ കൊച്ചിയിലുണ്ട്. നീ അവനെ കണ്ടിട്ടില്ലല്ലോ? ഇല്ലടി, ഫസ്റ്റ് ടൈം കാണാം. പിന്നെ ഓഫീസിൽ ആരോടും പറയണ്ട അവന്റെ ബോയ് ഫ്രണ്ട് ആണെന്ന് കേട്ടാ. ഫ്രണ്ട് ആണെന്ന് പറഞ്ഞു. ഞാനിപ്പോ. ഹലോ ഹലോ, ആ ഞാനിവിടെ എത്തി. എത്തിയോ? ആ. ഒരു മിനിറ്റ് ഇപ്പൊ വരാം. ഓക്കെ. കൊറേ നേരം എത്തിയിട്ട്. കുറച്ചായിരുന്നു. ഇത് കാജൽ. ഒരുപാട് കേട്ടിട്ടുണ്ട്. പിന്നെ എപ്പോഴാ പോകുന്നു? ചാണ്ടി ചായ കുടിക്കണോ? ഇല്ല, നിങ്ങൾ വെക്കോ. ഇത് രാഹുൽ, എന്റെ ഫ്രണ്ടാ. ഇത് സിബു, ഇത് ഗൗതം. ബ്രോ ചായ കുടിക്കണോ? ഇല്ലില്ല. ചേട്ടൻ നിങ്ങൾ സംസാരിച്ചേക്കും, ഞാൻ അകത്തുണ്ടാവേ. ആ എപ്പോഴാ ട്രെയിൻ? ആ എത്തിയോ? ശരി. എടി, അവൻ വീട്ടിലെത്തിന്നു. ചേട്ടൻ എനിക്ക് സീരിയസ് ആയിട്ടൊരു കാര്യം നിന്നോട് ചോദിക്കാനുണ്ട്. രാഹുൽ നിന്റെ ബോയ് ഫ്രണ്ടാന്ന് പറയുന്നത് എനിക്ക് എന്താ ഇത്ര മടി? എനിക്കറിയില്ല, നീ റിലേഷൻഷിപ്പ് സീരിയസ് ആയിട്ടൊന്നും അല്ലേ കാണുന്നേ. എനിക്ക് മനസ്സിലാവുന്നില്ല നിന്നെ. നിനക്കറിയോ, എനിക്ക് ഇവന് മുന്നേ ഒരു റിലേഷൻ ഉണ്ടായിരുന്നു. 8 കൊല്ലത്തെ റിലേഷൻഷിപ്പ് ആയിരുന്നു അത്. അവനെൻ്റെ കൂടെ ലൈഫിലും കൂടെ ഉണ്ടാവുമെന്ന് വിചാരിച്ച് ഞാൻ കാണുന്ന എല്ലാവരോടും പറയുമായിരുന്നു, ഇതെൻ്റെ ബോയ് ഫ്രണ്ടാ, ഇതെൻ്റെ ബോയ് ഫ്രണ്ടാണ്. എന്തിന്? എനിക്കറിയാത്ത ആൾക്കാരോട് വരെ. സ്റ്റോറിയിലും സ്റ്റാറ്റസിലും ഫുൾ അവനായിരുന്നു. പിന്നെ 8 കൊല്ലമില്ലാത്ത റീസൺസ് ഒക്കെ പറഞ്ഞ് അവൻ എന്നെ ബ്രേക്കപ്പ് ആക്കി. അതിനുശേഷം എല്ലാവരും എന്നോട് അവനെക്കുറിച്ച് ചോദിക്കുമായിരുന്നു, അവൻ വരാറില്ലേ, ഇപ്പം എന്താ ഫോട്ടോയും സ്റ്റാറ്റസ് ഒന്നും കാണുന്നില്ലല്ലോ എന്നൊക്കെ. ആദ്യമൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ റീസൺ പറഞ്ഞ് ഒഴിവാക്കും. പിന്നെ എല്ലാവർക്കും മനസ്സിലായി ഞങ്ങൾ ബ്രേക്കപ്പായി. പിന്നെ അതിൻ്റെ റീസൺ എന്താണെന്ന് അറിയാനായി എല്ലാവർക്കും. കുറേ പേർക്ക് എന്നോട് സഹതാപമായിരുന്നു, ബാക്കിയുള്ളവർക്ക് എന്നോട് പുച്ഛം, എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയെന്നുള്ള പുച്ഛം. എന്തായാലും ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഞാനൊരു കാര്യം മനസ്സിലാക്കി, ചില കാര്യങ്ങൾ പെർമനൻ്റ് ആവുന്ന വരെ നമ്മൾ പ്രൈവറ്റാക്കി വയ്ക്കുന്നത് നല്ലത്. ഇവനെൻ്റെ കൂടെ ലൈഫ് ലോങ് ഉണ്ടാവുമെന്നൊന്നും എനിക്കറിയില്ല. 2 കൊല്ലമായിട്ടുള്ളൂ. സോറി ഡി, ഞാൻ വെറുതെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തതാ. ഞാനോർത്തു നിനക്കെന്തെങ്കിലും ദുരുദ്ദേശമായിരിക്കുമെന്ന്. പിന്നെ നീ ഫ്രണ്ടാന്ന് എല്ലാവരോടും പറയുന്നത് അവനൊരു വിഷമാവില്ലേ? ഞാൻ എന്നെ മനസ്സിലാക്കുന്നതൊക്കെ കൂടുതൽ അവൻ എന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. എടി, ഇപ്പം നീ എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് അവൻ്റെ കൂടെ എൻ്റെ ലൈഫ് ലോങ് ഫുൾ സ്പെൻഡ് ചെയ്യണം. എനിക്ക് അവൻ്റെ കൂടെ ജീവിക്കണം. അത്രയും നല്ലൊരാളാവാൻ എനിക്ക് അവനെ പോലെ വേറെ ഒരാളെ കിട്ടില്ല. സത്യം അവനാ. ഇപ്പം